നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മൾ പഠിക്കും മോശയാ ഇസ്രായേൽ മക്കളെ നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ മോശ പോലും പ്രസൻസ് ഓഫ് ഗോഡിന്റെ ഗൈഡൻസിലായിരുന്നു കേട്ടോ. മോശയ്ക്ക് എങ്ങോട്ടേലും മോശ പറയുക ഞാൻ വലത്തോട്ട് അങ്ങ് പോകാൻ പറ്റത്തില്ല. മേഘം വലത്തോട്ട് തിരിയാതെ മോശയ്ക്കും അഹരോനും യോശുവായ്ക്കും ആർക്കും തിരിയാൻ പറ്റത്തില്ല. മേഘം ഇടത്തോട്ട് തിരിഞ്ഞെങ്കിൽ മാത്രമേ മോശയ്ക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റത്തുള്ളൂ. GPS ഗൈഡഡ് ആയിരുന്നു. പ്രസൻസ് ഓഫ് ഗോഡ് അല്ലെ, GPS ഗൈഡഡ് ആയിരുന്നു. അവരെ ദൈവസാന്നിധ്യമാണ് നടത്തിയത്. ഇനി മേഘം താണ് കണ്ടാൽ ഇസ്രായേൽ അവിടെ പാർത്തോണം, അവിടെ കൂടാരം അടിച്ചോണം. മേഘം ഉയർന്നു കണ്ടെങ്കിൽ മാത്രമേ കൂടാരത്തിന്റെ കുറ്റി ഊരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് മേഘം ഉയർന്നില്ല, എനിക്കങ്ങ് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ സംഖ്യാപുസ്തകം 9-ാം അധ്യായം എടുത്ത് പഠിച്ചു നോക്കണം. സംഖ്യാപുസ്തകം 9-ാം അധ്യായം. അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു ഇസ്രായേൽ എവിടെ താമസിക്കണം, എങ്ങോട്ട് തിരിയണം എന്ന് ദൈവസാന്നിധ്യം തീരുമാനിച്ചു. ഇവരെ പില്ലർ ഓഫ് ഫയർ ഇങ്ങനെ നടത്തിക്കൊണ്ട് ചെങ്കടലിന്റെ മുന്നേ വന്നു. 6-ാമത്തെ ദിവസം ഇവർ ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുന്നേ വന്നു. 6-ാമത്തെ ദിവസം ചെങ്കടലിന് മുന്നേ വന്നു. ഇവർക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവർ ആ മരുഭൂമിയുടെ അവിടെ പിടിക്കപ്പെട്ട് നിൽക്കുമ്പോൾ മുന്നോട്ട് മേഘം മൂവ് ചെയ്യുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ മക്കൾ തല ഉയർത്തി നോക്കുമ്പോൾ ദേണ്ട ഇരുമ്പ് രഥത്തിന്റെ ചക്രം മണ്ണിൽ അങ്ങോട്ട് ഉരഞ്ഞിട്ട് അതിന്റെ പൊടി പോകും. അത് കണ്ടപ്പോ ഇവര് സൂക്ഷിച്ച് കണ്ണെത്തി നോക്കിയപ്പോ ദേണ്ട ഫറവോന്റെ രഥമാണ്. 600 ഇരുമ്പ് രഥവും കുതിരപ്പടയും എല്ലാം കൂടെ വരിക. ജോസീഫസ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ പറയുന്നു, അന്നുണ്ടായിരുന്ന ഫറവോനുണ്ടായിരുന്ന സൈന്യബലം എത്ര ഉണ്ടെന്ന്. 2 ലക്ഷം കാലാൾപ്പട, 50,000 കുതിരപ്പട, 600 വിശേഷപ്പെട്ട ഇരുമ്പ് രഥം. ഇതിങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴത്തേന് ഇസ്രായേൽ മക്കൾ എല്ലാം കൂടെ നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, ഞങ്ങളെ ഇവിടെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു. മോശ പോലും ഭയപ്പെട്ടു പോയി. മോശയോട് ദൈവം ചോദിക്കും, നീ നിലവിളിക്കുന്നത് എന്തിനാ? ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് മുമ്പിലുണ്ടായിരുന്ന ദൈവസാന്നിധ്യം, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മുമ്പിലുണ്ടായിരുന്ന ദൈവസാന്നിധ്യം 30 ലക്ഷം പേരുടെ തലയ്ക്ക് മീതെ ഉയർന്ന് നേരെ പിമ്പി വന്ന് ഫറവോനെ സൈന്യത്തെയും തടഞ്ഞു. ആ പില്ലർ ഓഫ് ഫയർ അവരുടെ ഇസ്രായേൽ മക്കളുടെ 30 ലക്ഷം ജനത്തിന്റെയും ഫറവോന്റെ സൈന്യത്തിന്റെ മധ്യ ഇറങ്ങി നിന്നിട്ട് മുമ്പിൽ പൊക്കോണ്ടിരുന്ന ഇസ്രായേൽ മക്കൾക്ക്, അങ്ങനെ വാക്യം അങ്ങനെ നോക്കിക്കേ, മുമ്പിൽ പൊക്കോണ്ടിരുന്ന ഇസ്രായേൽ മക്കൾക്ക് അത് വെളിച്ചവും പ്രകാശവും ആക്കി കൊടുത്തു. പിമ്പിൽ വന്ന ഇസ്രായേൽ മക്കൾക്ക് എന്താക്കി കൊടുത്തു? ഊരിലിട്ടും അന്ധകാരവും ആക്കി കൊടുത്തു. അവരുടെ ഓട്ടത്തെ താറുമാറാക്കി. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ചു കേട്ടോ, ഒരു ദൈവ പൈതലിന് മുമ്പിൽ മാത്രമല്ല കാവലുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞു. ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ മാത്രമല്ല കാവലുള്ളത്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ മുമ്പിൽ മാത്രമല്ല ദൈവത്തിന്റെ കാവലുള്ളത്, അവൻ മുൻപടയും അവൻ പിൻപടയുമാണ്. പക്ഷെ മുമ്പിലായിരുന്നു ഇത്രയും നേരം കാവൽ. പക്ഷെ പ്രതിസന്ധി വന്നപ്പോൾ എവിടെ വന്നു കാവൽ? അതിനെ തടഞ്ഞു. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇത് വചനത്തിന്റെ ശുശ്രൂഷയാണ് കേട്ടോ. ഇത് വചനം ജീവനുള്ളതാണ്. ഈ വചനം ജീവനുള്ളതാണ്. ഈ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ മുൻപടയായി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ മുൻപിൽ നിന്ന് അനർത്ഥങ്ങളെ ദൈവം വെട്ടിമാറ്റട്ടെ, ദൈവം പിടിതുമാറ്റട്ടെ. നിന്റെ മുൻപട മാത്രമല്ല, നീ വാഹനം ഓടിച്ചു പോകുമ്പോൾ മാത്രമല്ല, നിന്റെ പിൻപടയും ദൈവം നിനക്ക് കാവലായി തീരട്ടെ. ഒരു വ്യക്തിയുടെ മുൻപിൽ കാവൽ, അടുത്തത് പിൻപിക്കാവൽ. ഫറവോനെ സൈന്യത്തെയും 2 ലക്ഷം വരുന്ന 2 ലക്ഷം കാലാൾപ്പട, 50,000 കുതിരപ്പട, 600 വിശേഷപ്പെട്ട ഇരുമ്പ് രഥം, അതിനെ തടഞ്ഞെന്ന് ദൈവസാന്നിധ്യം. അതിനെ തടഞ്ഞെന്ന്. ഓ ഗോഡ്,
ഇന്ന് രാത്രി ദൈവസാന്നിധ്യം ചിലതിനെ തടയട്ടെ, തടയട്ടെ. ഇപ്പം നിങ്ങൾ ഇനി പറഞ്ഞു, ഒരു ദൈവവൈദ്യന്റെ മുൻപിൽ കാവലുണ്ടോ? ഉണ്ട്. പിൻപിൽ കാവലുണ്ടോ? ഉണ്ട്. പിന്നെ നമ്മൾ മലയാളികളായോണ്ട് ഇത് രണ്ടും ഉണ്ടെങ്കിൽ പോലും എവിടെ ഇല്ലെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. മുൻപിൽ കാവലുണ്ട്, പിൻപിൽ കാവലുണ്ട്. പക്ഷെ എന്നാലും ഇല്ല. എന്നാലും എവിടെ കാവലില്ല? രണ്ട് സൈഡിലില്ല. നമ്മളെ മലയാളികളാ, രണ്ട് സൈഡിലില്ല. പക്ഷെ കർത്താവിന് ഇത് അറിയാവുന്നത് കൊണ്ട് വചനത്തിൽ കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുമ്പിൽ മാത്രമല്ല കാവൽ, നിന്റെ പിൻപി മാത്രമല്ല കാവൽ, നിന്റെ വശത്ത് 1000 പേരും, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോട്. അപ്പൊ ഒരു ദൈവവൈദ്യന്റെ മുൻപിൽ കാവലുണ്ട്, പിൻപിൽ കാവലുണ്ട്, വശങ്ങളിൽ കാവലുണ്ടോ? ഉണ്ട്. ഇനി എന്നാലില്ലേ? ഇനി എവിടെ കാവലില്ല? മുൻപിൽ കാവലുണ്ട്, പിൻപിൽ കാവലുണ്ട്, വശങ്ങളിൽ ഇടത്തും വലത്തും കാവലുണ്ട്. എന്നാലും എന്റെ പാസ്റ്ററേ, മുകളിൽ കാവലില്ലല്ലോ. അന്നേരം നമ്മൾ എന്താ പറയും? കർത്താവിന്റെ വചനത്തിൽ പറയുക, മുകളിൽ കാവലുണ്ടോ? ചുറ്റിപ്പറന്ന് തന്റെ ജനത്തെ കാക്കുന്നത് പോലെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ, യെരൂശലേമേ നിന്നെ മറച്ചുകൊള്ളാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. പക്ഷി ചുറ്റി കഴുകൻ തന്റെ കുഞ്ഞുങ്ങളുടെ മീതെ കൂടനക്കി പറക്കുന്നത് പോലെ. അപ്പൊ നിങ്ങൾ പറ, മുകളിൽ കാവലുണ്ടോ? മുമ്പിലുണ്ട്, പുറകിലുണ്ട്, ഇടത്തുണ്ട്, വലത്തുണ്ട്, മീതയുണ്ട്. ഇനി എന്നാലില്ലേ? ഇനി എവിടെ കാവലില്ല? താഴെ. നമ്മൾ ഇനി എവിടെ കാവലില്ല? എന്നാലും ഒരു കാവലില്ലാത്ത ഉണ്ടല്ലോ താഴെ. ബൈബിൾ അതുകൊണ്ടാണ് പറയുന്നത്, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്, കരങ്ങളിൽ വരച്ചിരിക്കുക. ഇനി നിങ്ങൾ എന്നാലും കണ്ടുപിടിക്കണ്ട, നിങ്ങൾ 360 ഡിഗ്രി ആംഗിളിൽ പ്രൊട്ടക്റ്റഡാ, അല്ലേ? 360 ഡിഗ്രി ആംഗിളിൽ പ്രൊട്ടക്റ്റഡാ. ദൈവമായതല്ലേ? നിന്റെ മുൻപിൽ കാവലുണ്ട്, നിന്റെ പിൻപിൽ കാവലുണ്ട്, നിന്റെ വശങ്ങളിൽ കാവലുണ്ട്, നിന്റെ കീഴെ കാവലുണ്ട്. എങ്ങനെയാ ദൈവം നമ്മളെ നടത്തുന്നേ? മക്കളിന്റെ മുൻപേ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു, പിൻപേ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു.